ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ ജീവിതം വിജയിപ്പിക്കാൻ കഴിയില്ല എന്ന് കരുതുന്നവരുണ്ട് എന്ന് സിറോ മലബാർ സഭ ചങ്ങനാശ്ശേരി രൂപത ആർച്ച് ബിഷപ്പ് ജോസഫ് പെരുന്തോട്ടം. മുഖ്യമന്ത്രിയെ വേദിയിലിരുത്തിയായിരുന്നു പെരുന്തോട്ടത്തിന്റെ വിമർശനം. നമ്മുടെ നാട്ടിൽ ജീവിക്കാൻ പറ്റാതായിട്ടൊന്നും ഇല്ലെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. സിറോ മലബാർ സഭയ്ക്ക് സർക്കാരിനെക്കുറിച്ച് ഒരു പരാതിയുമില്ല. പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ സർക്കാർ നിഷ്പക്ഷ നിലപാട് സ്വീകരിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിലിന് തിരുവനന്തപുരത്ത് നൽകിയ സ്വീകരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു ഇരുവരും. പക്ഷെ ഞങ്ങൾക്ക് ഒരു വേദനയും ആശങ്കയുമുണ്ട്. ഈ സഭയുടെ ഈറ്റില്ലമായ കേരളത്തിൽ ഞങ്ങൾ അനുദിനം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന സമൂഹമായി മാറുന്നു. ഈ മനോഹര ദൈവത്തിന്റെ ഈ നാട്ടിൽ ജീവിതം വിജയിപ്പിക്കാൻ സാധിക്കയില്ല എന്നുള്ള ഒരു ഫീലിംഗ് ഇന്ന് പലരുടെയും മനസ്സിൽ തളം കെട്ടി നിൽക്കുകയാണ്. ഇവിടെ എന്തോ ആളുകളെല്ലാം പുറത്തേക്ക് വല്ലാതെ ഒഴുകിപ്പോകുന്നു, അതിൽ വല്ലാതെ ഉത്കണ്ഠപ്പെടേണ്ടതുണ്ട് എന്ന രീതിയിലാണ് അദ്ദേഹം കാര്യങ്ങളിവിടെ അവതരിപ്പിച്ചത്. ബഹുമാനായ അധ്യക്ഷനെ പോലുള്ളവർക്ക് ഒരാശങ്കയും ഉണ്ടാകേണ്ടതില്ല. ഇവിടെ ഒരു തരത്തിലുള്ള കുറവും വരാതെ തന്നെ നമുക്ക് ഒന്നിച്ച് കാര്യങ്ങൾ നീക്കാൻ പറ്റുമെന്നാണ് കാണേണ്ടത്. ബിഷപ്പ് ജോസഫ് പെരുന്തോട്ടത്തിന്റെ സർക്കാർ വിമർശനത്തെ പിന്തുണച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ജോസഫ് പെരുന്തോട്ടം പങ്കുവച്ചത് വലിയ ഉത്കണ്ഠയെന്ന പ്രതിപക്ഷ നേതാവ്. കുട്ടികൾ വിദേശത്തേക്ക് പോകുന്നത് ലാഘവത്തോടെ കാണാൻ കഴിയില്ല. ഉന്നത വിദ്യാഭ്യാസ മേഖല അപകടകരമായ നിലയിലാണെന്നും സതീശൻ പറഞ്ഞു. ആയിരക്കണക്കിന് കുട്ടികൾ പോവാ, അവിടെ പോയി ഏത് ഉന്നത വിദ്യാഭ്യാസമാണ് നടത്തുന്നതെന്നും നമ്മൾ അന്വേഷിക്കുന്നില്ല. 35-40 ലക്ഷം രൂപ പ്രോപ്പർട്ടി പ്ലെഡ്ജ് ചെയ്തിട്ടാണ് പോകുന്നത്. കേരളത്തിന്റെ ക്രീം ഇങ്ങനെ പോയാൽ എന്തായിരിക്കും കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നത്? പ്രായമായവരുടെ നാടായി കേരളം മാറുമോ? ഒരു ഉത്കണ്ഠയുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ, ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ സെന്റർ ഓഫ് എക്സലൻസ് ആക്കുക. ആണോ? ഇപ്പോഴത്തെ സ്ഥിതി എന്താ? 9 യൂണിവേഴ്സിറ്റികളിൽ വൈസ് ചാൻസലർമാരില്ല, ഇൻചാർജ് ഭരണമാണ്. 66 ഗവൺമെന്റ് കോളേജുകളിൽ പ്രിൻസിപ്പൽമാരില്ല. അപകടകരമായ നിലയിലേക്ക് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം മാറുകയാണ്. അപകടമായ. ഷിജോ കുര്യൻ വിവരങ്ങൾ നൽകും. ഷിജോ, മുഖ്യമന്ത്രി കൂടിയിരിക്കുന്ന വേദിയിൽ വച്ചാണ് ബിഷപ്പ് ജോസഫ് പെരുന്തോട്ടം സർക്കാരിനെതിരെ വിമർശനങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. എന്താണ് അദ്ദേഹം പറഞ്ഞത്? മുഖ്യമന്ത്രിയും ആ വേദിയിൽ വച്ച് തന്നെ മറുപടിയും നൽകിയിരിക്കുന്നു. ഫാരിഷ, സിറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പായിട്ട് നിയമിതനായിട്ടുള്ള മാർ റാഫേൽ തട്ടിൽ ബിഷപ്പിന് സ്വീകരണം നൽകുന്ന ചങ്ങനാശ്ശേരി അതിരൂപതയുടെ കീഴിൽ സ്വീകരണം നൽകുന്ന പരിപാടിയാണ് തിരുവനന്തപുരത്ത് വെച്ച് സംഘടിപ്പിച്ചത്. ഈ പരിപാടിയിലാണ് രാഷ്ട്രീയ സാമുദായിക രംഗത്തുള്ള നിരവധി ആളുകൾ പങ്കെടുത്തത്. ഈ പരിപാടിയുടെ അധ്യക്ഷനായിരുന്നത് സിറോ മലബാർ സഭയുടെ ചങ്ങനാശ്ശേരി രൂപത അധ്യക്ഷൻ ജോസഫ് പെരുന്തോട്ടമാണ് ആദ്യം തന്നെ ഈ ആശംസാ പ്രസംഗത്തിന് ശേഷം, അല്ലെങ്കിൽ അധ്യക്ഷ പ്രസംഗത്തിന് ശേഷം സർക്കാരിനെ പരോക്ഷമായി വിമർശിച്ചുകൊണ്ട് ആദ്യം ചില കാര്യങ്ങൾ പറഞ്ഞത്. അതായത്, ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് കരുതുന്ന കേരളത്തിൽ ജീവിച്ച് തെളിയിക്കാൻ കഴിയാത്ത ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ യുവാക്കൾ കൂടുതലായിട്ട് പുറത്തേക്ക് പഠിക്കുന്നതിനടക്കം പോകുന്നു. കേരളത്തിൽ ആർക്കും തന്നെ ജീവിക്കാൻ കഴിയാത്ത ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. നാട്ടിൽ അത്തരത്തിൽ ഭീതിതമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ഒരു വിമർശനമാണ് സിറോ മലബാർ സഭ ചങ്ങനാശ്ശേരി അതിരൂപത ബിഷപ്പായിട്ടുള്ള ജോസഫ് പെരുന്തോട്ടത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതിനെയാണ് മുഖ്യമന്ത്രി അതേ വേദിയിൽ വെച്ച് തന്നെ മുഖ്യമന്ത്രി ഇരുത്തിക്കൊണ്ട് തന്നെയാണ് ഈ നാട്ടിൽ ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് വിശേഷിപ്പിക്കുന്ന കേരളത്തിൽ ജീവിക്കാൻ കഴിയില്ല എന്നുള്ളൊരു ചിന്ത പലരിലുമുണ്ട് എന്നുള്ള വിമർശനം പെരുന്തോട്ടം ഉന്നയിക്കുന്നത്. അതേ വേദിയിൽ വെച്ച് തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ജോസഫ് പെരുന്തോട്ടത്തിന് മറുപടിയും നൽകി. അതായത്, നാട്ടിൽ ജീവിക്കാൻ പറ്റാതായിട്ടുള്ള ഒരു സാഹചര്യവുമില്ല. യുവാക്കൾക്ക് പണ്ടത്തെ കാലമല്ല, ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ യുവാക്കൾക്കും യുവതികൾക്കും എന്ത് പഠിക്കണം, എവിടെ പഠിക്കണമെന്ന് ചിന്തിക്കാനും അവർക്ക് തിരിച്ചറിയാനുമുള്ള ഒരു ബോധ്യം അവർക്ക് വളരെ ചെറുപ്പത്തിൽ തന്നെ ഉണ്ടാകുന്നുണ്ട്. അത് കണക്കിലാക്കിയാണ് കുട്ടികൾ വിദേശത്തേക്ക് പോകുന്നത് ഒരു പ്രതിഭാസമാണ് എന്നുകൂടി മുഖ്യമന്ത്രി പറയുന്നുണ്ട്. അത്തരത്തിൽ നാട്ടിൽ ജീവിക്കാൻ പറ്റാതായിട്ടുള്ള ഒരു സ്ഥിതിയുമില്ല. നാട്ടിൽ സമാധാനത്തോടെയും സന്തോഷത്തോടെയും എല്ലാ മേഖലയിലും പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ നേട്ടങ്ങളടക്കം മുഖ്യമന്ത്രി എണ്ണി പറയുന്നുണ്ട്. അത്തരത്തിൽ നാട്ടിൽ ജീവിക്കാൻ പറ്റാതായ ഒരു സ്ഥിതിയും ഇല്ല എന്ന് തന്നെ ജോസഫ് പെരുന്തോട്ടത്തിനെ വേദിയിലെടുത്തിക്കൊണ്ട് തന്നെ മുഖ്യമന്ത്രി മറുപടി പറഞ്ഞു. എന്തായാലും ഈ പറയുന്നത് പോലെ യാതൊരു ആശങ്കപ്പെടേണ്ടയും
സാഹചര്യമില്ല. എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാമെന്നുള്ള ഉറപ്പുകൂടി ആ വേദിയിൽ മുഖ്യമന്ത്രി നൽകുന്നുണ്ട്. ഒരുപക്ഷെ ഇത് അടുത്ത കാലത്ത് ആദ്യമായിട്ടാണ് മുഖ്യമന്ത്രിക്ക് സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് ഒരു വേദിയിൽ തന്നെ മുഖ്യമന്ത്രി ഇത്തരത്തിൽ ഒരു മറുപടി പറയുന്നത്. എന്തായാലും സിറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പായിട്ട് സ്ഥാനമേറ്റതിനു ശേഷം ആദ്യമായിട്ടാണ് റാഫേൽ തട്ടിൽ ബിഷപ്പ് തിരുവനന്തപുരത്തേക്ക് വന്നത്. ആ സ്വീകരണം നൽകുന്ന പരിപാടിയിലാണ് ഇത്തരത്തിൽ രാഷ്ട്രീയപരമായിട്ടുള്ള ചെറിയ വിവാദങ്ങൾക്കും വേദിയായത്. അതിന് ഇപ്പോൾ ജോസഫ് പെരുന്തോട്ടം പറഞ്ഞ കാര്യത്തിന് പൂർണ്ണമായിട്ട് പിന്തുണ നൽകുന്ന കാര്യമാണ് പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. ജോസഫ് പെരുന്തോട്ടം പറഞ്ഞത് എന്താണോ അത് ആരെയും വിമർശിക്കുന്നതല്ല, അതൊരു ഉത്കണ്ഠയാണ്. അതിനെ പൂർണ്ണമായിട്ട് പിന്താങ്ങുന്ന ഒരു പ്രതികരണമാണ് പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. എന്തായാലും നമ്മുടെ കുട്ടികൾ വിദേശത്തേക്ക് പോകുന്നത് നോക്കി നിൽക്കാൻ കഴിയില്ല എന്നുള്ള അതിന് കാരണക്കാരാകുന്നത് സംസ്ഥാന സർക്കാരാണെന്നുള്ള വിമർശനവും പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. എന്തായാലും പ്രതിപക്ഷ നേതാവും ജോസഫ് പെരുന്തോട്ടവും സർക്കാരിനെ വിമർശിക്കുമ്പോൾ ആ വിമർശനങ്ങൾക്കൊന്നും യാതൊരു അടിസ്ഥാനവുമില്ല എന്ന് തന്നെയാണ് മുഖ്യമന്ത്രിയും മറ്റ് മന്ത്രിമാരും ആ വേദിയിൽ വെച്ച് മറുപടി നൽകിയത്.